സമയം രാത്രി 10-നോടടുത്തിരിക്കുന്നു. എന്നത്തെയും പോലെ ഒരു ചെറുകാറ്റ് ഡെറിക് മെന്റൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വീശുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ കാറ്റിൽ രക്തത്തിന്റെ രൂക്ഷഗന്ധം തളം കെട്ടി നിന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടുത്തെ നേഴ്സായിരുന്ന ലീന തന്റെ പതിവ് നൈറ്റ് റൊട്ടീനിന്റെ ഭാഗമായി ഓരോ സെല്ലിലെയും രോഗികളെ പുറത്തുനിന്നും വീക്ഷിക്കുകയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ചന്ദ്രനെ പൂർണ്ണമായി മറച്ചുകൊണ്ട് കാർമേഘങ്ങൾ അവിടമെല്ലാം ഇരുട്ട് വ്യാപിപ്പിച്ചു. ഡി ബ്ലോക്കിലെത്തിയ ലീനയുടെ മനസ്സിൽ ചെറിയൊരു പേടി ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. കൊടൂരമായി കൊലപാതകങ്ങൾ ചെയ്ത സീരിയൽ കില്ലേഴ്സിനെയും സൈക്കോപാത്തിനെയും മാത്രം താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഡി ബ്ലോക്ക്. തെല്ലൊരു ഭയത്തോടെ ലീന ഓരോ സെല്ലും വീക്ഷിക്കുവാൻ തുടങ്ങി. അവിടെ താൻ മാത്രമാണ് ഇപ്പോൾ ഡ്യൂട്ടിക്കുള്ളതെന്ന ചിന്ത ലീനയെ മരവിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങും ഒരു ഭയപ്പെടുത്തുന്ന ശാന്തത തങ്ങി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി ലീന അവസാനത്തെ സെല്ലിന്റെ അടുത്ത് വന്നെത്തി. അതിനുള്ളിലെ ഇരുട്ട് കാരണം ലീനയ്ക്ക് ഉള്ളിലുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മെല്ലെ സെല്ലിന്റെ വാതിൽ പുറത്തേക്ക് വലിയൊരു ശബ്ദത്തോടെ തുറന്നു വന്നു. ലീന സ്തംഭിച്ചു നിന്നുപോയി. ഭയത്താൽ അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഉള്ളിൽ നിന്നും ഒരു നേർത്ത പെൺകുട്ടിയുടെ ചിരി ഉയർന്നു വന്നു. ആ ചിരി തനിക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ലീന സകല ശക്തിയുമെടുത്ത് അവിടുന്ന് ഓടുവാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു വിഫല ശ്രമമായിരുന്നു. ഓടുവാൻ ശ്രമിച്ച ലീനയെ ഏതോ ഒരു അദൃശ്യ ശക്തി പിടുത്തമിടുകയും അവളെ വലിച്ചിഴച്ചുകൊണ്ട് ആ ഇരുട്ടടഞ്ഞ സെല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴും തന്റെ പ്രാണന് വേണ്ടി അവൾ അലറി നിലവിളിക്കുകയാണ്. മെല്ലെ ആ സെല്ലിന്റെ വാതിലുകൾ അടഞ്ഞു. അതിനോടൊപ്പം തന്നെ പൈശാചികമായ ചിരിയും നിന്നിരിക്കുന്നു. പ്രാണന് വേണ്ടിയുള്ള നിലവിളിയും എങ്ങോ ഓടി ഒളിച്ചിരിക്കുകയാണ്. പതിയെ ആ വാതിലിന്റെ കീഴിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. അകത്ത് മാംസം ഭക്ഷിക്കുന്നതിന്റെ ശബ്ദവും കേൾക്കാം. വർഷം 1936. ഒരു ഇരുണ്ട രാത്രി. ഒരു കൂട്ടം ആളുകൾ മുഖം മറച്ചുകൊണ്ട് ഭാഗവതരുടെ മന ലക്ഷ്യമാക്കി വരികയാണ്. ഇതൊന്നും അറിയാതെ ഭാഗവതരും അദ്ദേഹത്തിന്റെ 2 പെൺമക്കളും ഭാര്യയുമൊത്ത് ഉമ്മറത്ത് കിടാവിളക്കിന്റെ വെളിച്ചത്തിൽ സംഗീതത്തിന്റെ അനന്തതയെ പറ്റി ഭാഗവതർ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അതേ സമയത്ത് പുറത്തുനിന്നും കാലൻ കോഴി കൂവാൻ തുടങ്ങി. ഇത് കേട്ട ഭാഗവതർ എന്തോ പറയാൻ തുടങ്ങവേ പിന്നിൽ നിന്നും ശക്തമായ ഇരുമ്പ് വടിയുടെ പ്രഹരവും ഒരുമിച്ചായിരുന്നു. ഒന്ന് ശബ്ദിക്കുവാൻ പോലും ആവാതെ ഭാഗവതർ നിലത്ത് പിടഞ്ഞു വീണു. കുറച്ചു മുഖം മറച്ച ആളുകൾ കിടാവിളക്കിന്റെ പ്രകാശത്തെ തെളിഞ്ഞു വരുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഒന്നും ചെയ്യാനാവാതെ സ്തംഭിച്ചു നിന്ന സ്ത്രീകൾക്ക് നേരെയായി അവരുടെ പരാക്രമം. നിലവിളികൾ ഉയർന്നു. പക്ഷേ അത് ആരും കേട്ടില്ല. ആ ഇരുണ്ട രാത്രി അവസാനിച്ചിരിക്കുന്നു. പുലർച്ചെ ഭാഗവതരുടെ മനയിൽ ആളുകൾ തടിച്ചുകൂടി. പോലീസ് അവിടെ കൂടി ആളുകളെ നിയന്ത്രിക്കാൻ നന്നായി കഷ്ടപ്പെട്ടു. മനയുടെ തൊട്ടടുത്തുള്ള കിണറിൽ നിന്നും ഭാഗവതരുടെയും ഭാര്യയുടെയും അവരുടെ 2 പെൺമക്കളുടെയും ശവശരീരം പുറത്തെടുത്തു. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അവറാച്ചന്റെ ശിങ്കിടിയായ ചാത്തുണ്ണി ഉറക്കെ എല്ലാവരോടും കേൾക്കുമാറ് വിളിച്ചു പറഞ്ഞു, ജീവിക്കാമായിരിക്കും കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്തത്. എന്റെ അവറാച്ചനോട് ചോദിച്ചിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നില്ലേ. ഇത് കേട്ട് അവിടെ കൂടി നിന്നവർ ആത്മഹത്യയാണെന്ന് വിലയിരുത്തി. ഇതെല്ലാം കണ്ട് അവറാച്ചൻ മുതലാളി സ്വയം ആത്മനിർവൃതി കൊള്ളുകയാണ്. അപ്പോഴായിരുന്നു ഒരു പോലീസ് ഏമാൻ അവറാച്ചന്റെ അടുത്തേക്ക് വന്നു സ്വകാര്യമായി പറയാൻ തുടങ്ങി, അവറാച്ചോ, തന്റെ മാല വല്ലം കളഞ്ഞു പോയായിരുന്നോ? ഇത് നോക്കിക്കേ, ഇത് തന്റെ ആണോന്ന് നോക്കി.
ഇതും പറഞ്ഞ് പോലീസ് ഏമാൻ തന്റെ കീശയിൽ നിന്നും പേര് പതിപ്പിച്ച സ്വർണമാല പുറത്തെടുത്തു. ഇത് കണ്ട് ഞെട്ടിപ്പോയ അവറാച്ചൻ പെട്ടെന്ന് തന്റെ കഴുത്തിൽ തപ്പി. ശരിയാണ്, മാല എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ കൂടുതലൊന്നും തപ്പണ്ട, ഇത് തന്റെ മാലയാണ്. പിന്നെ ഇതെനിക്ക് കിട്ടിയത് ആ പെണ്ണിന്റെ കയ്യിൽ നിന്നുമാണ്. അവറാച്ചോ, ഇന്നലെ ഇവിടെ എന്താണ് നടന്നതെന്നും താൻ ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയതെന്നും ആ കൊച്ചുങ്ങളുടെ ദേഹത്ത് നോക്കിയാൽ മനസ്സിലാവും. മുഖത്ത് ഒരു ചിരി വരുത്തിക്കൊണ്ട് പോലീസ് ഏമാൻ പറഞ്ഞു നിർത്തി. മുഖത്തെ വേർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവറാച്ചൻ പോലീസ് ഏമാന്റെ കൈപിടിച്ച്, അയ്യോ സാറേ, ചതിക്കല്ലേ, എന്റെ എല്ലാം നശിച്ചു. സാറിന് എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, വീട്ടിൽ കൊണ്ടെത്തിക്കാം. പോലീസ് ഏമാൻ ശരിയെന്ന സമ്മതം മൂടി. അങ്ങനെ അത് അവസാനിച്ചിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ മനയുടെ സ്ഥാനത്ത് ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റൽ ഉയർന്നു വന്നിരിക്കുന്നു. അവറാച്ചന്റെ പേരക്കുട്ടിയുടെ പേരിലാണ് ഈ ഹോസ്പിറ്റൽ. അങ്ങനെ 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 ഒരുപാട് കഥകളുണ്ടടാ കൊച്ചനെ എനിക്ക് പറയാൻ. അന്ന് പണം കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷെ ഭാഗവതരും കുടുംബവും ചെവി കൊണ്ടില്ല. അതാ എല്ലാത്തിനെയും തീർത്തത്. എന്നിട്ടൊരു കള്ള പ്രമാണവും വെച്ച് ഈ സ്ഥലം ഞാൻ അങ്ങ് സ്വന്തമാക്കി. പലതിനെയും വെട്ടി നശിപ്പിച്ച് തന്നെയാടാ കൊച്ചനെ ഈ അവറാച്ചൻ ഇതുവരെ എത്തിയത്. ഒരു ചെറു ചിരിയോടെ അവറാച്ചൻ പറഞ്ഞു നിർത്തി. അത് ശരി അപ്പച്ച, പക്ഷെ എന്തിനാ ഈ മെന്റൽ ഹോസ്പിറ്റൽ തുറന്നത്? അതാ എനിക്ക് എത്ര ആലോചന മനസ്സിലാകാത്തത്. സംശയഭാവത്തിൽ ഡെറിക് ചോദിച്ചു. അതിനു മറുപടി എന്നോളം പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവറാച്ചൻ ഓഫീസിന്റെ പുറത്തേക്ക് തുറക്കുന്ന ജനാലക്കടുത്ത് ചെന്ന് നിന്നു. ഡെറിക്കേ, നീ ഈ സീക്രട്ട് സൊസൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. അതിലൊരു അംഗമാ ഞാൻ. ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ മരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഗ്രൂപ്പിലെ ഒരു അംഗം. നീ ചോദിക്കാറില്ലേടാ, ഈ റബ്ബർ കൃഷി ചെയ്യുന്ന അവറാച്ചന് എവിടെന്നാ ഇത്രയും സ്ഥലവും പണവും എന്നൊക്കെ? എല്ലാം ഇതിന്ന് കിട്ടുന്നതാ. ഞാൻ മരണപ്പെട്ട ആ സൊസൈറ്റിയുടെ അടുത്ത അംഗം നീയാ. അതുകൊണ്ട് പറയാ, ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഗ്രൂപ്പിൽ നിരക്കാത്ത എന്തെങ്കിലും കാര്യം കണ്ട അവരെ ചെന്ന് ആരും അറിയാതെ കൊല്ലും. എന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മെന്റൽ പേഷ്യന്റെ തലയിൽ വെച്ച് അങ്ങ് കൊടുക്കും. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല. കൊല്ലപ്പെട്ടതിന്റെ മോട്ടീവും ആരും അറിയേയില്ല. ഇതാണ് കളി. മനസ്സിലായോടാ കൊച്ചനെ? ഇത് കേട്ട് ഡെറിക് അക്ഷരപ്രതി ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. കണ്ണിൽ ഇരുട്ട് കയറുന്നതായി ആ ചെറുപ്പക്കാരന് അനുഭവപ്പെട്ടു. ഇത് മനസ്സിലാക്കിയെന്നോളം ഔസേപ്പച്ചൻ, പേടിക്കാതെടാ കൊച്ചനെ, പതിയെ പതി നീ അത് പഠിച്ചോളൂ. ഇതും പറഞ്ഞ ഔസേപ്പച്ചൻ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ ഇതെല്ലാം കേട്ട ഡെറിക് ഒന്നും ഉരിയാടാതെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ആ മുഖം ഭയം കൊണ്ട് തളം കെട്ടി നിൽക്കുകയാണ്. പുറത്ത് ഒരു കൂട്ടം കാക്കകൾ ഡെറിക് മെന്റൽ ഹോസ്പിറ്റലിന് ചുറ്റും വട്ടമിട്ട് പറന്നു, എന്തോ കണ്ടു പേടിച്ചതുപോലെ. സമയം വൈകുന്നേരത്തോടടുത്തപ്പോഴേക്കും ഹോസ്പിറ്റൽ വക ആംബുലൻസ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ വന്നു. അപ്പോഴേക്കും വെള്ളക്കുപ്പായം അണിഞ്ഞ ആശുപത്രിയിലെ ജീവനക്കാർ ആ ആംബുലൻസിന്റെ അടുത്ത് വരികയും ആ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ പുറത്തേക്കും എടുത്തു. തലമുടിയാൽ മുഖം മറയ്ക്കപ്പെട്ട രീതിയിൽ ശരീരത്തിന്റെ അങ്ങിങ്ങായി മുറിപ്പാടുകളും അവൾ അണിഞ്ഞ വെള്ള ഫ്രോക്കിന്റെ അങ്ങിങ്ങായി ഉണങ്ങിയ രക്തത്തുള്ളികളും കിടപ്പുണ്ടായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഭീകരത അഥവാ ഒരുതരം ഭയം അവൾക്ക് ചുറ്റും തളം കെട്ടി നിൽക്കുന്നതായി അവിടെ കൂടി നിന്നവർക്കും അനുഭവപ്പെട്ടു. മാനത്ത് കാർമേഘങ്ങൾ തിങ്ങിക്കൂടി. അങ്ങിങ്ങായി മിന്നൽ പിണർപ്പുകൾ രൂപപ്പെടുവാനും തുടങ്ങി. മഴത്തുള്ളികൾ ഉണങ്ങിയ മൺതരികളിൽ പതിക്കുവാൻ ആരംഭിച്ചു. അതേസമയം ആശുപത്രി ജീവനക്കാർ അവിടുത്തെ സീനിയർ നേഴ്സായിരുന്ന ലീനയുടെ പുറകെ ആ പെൺകുട്ടിയും കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിന്റെ ഓരോ ബ്ലോക്ക് കഴിയും തോറും വൈദ്യുതി പ്രകാശം കുറഞ്ഞു വന്നു.
അവിടെ താമസിച്ചിരുന്ന രോഗികളുടെ ശബ്ദകോലാഹലങ്ങൾ ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നില്ല. എങ്ങും ഒരു നിശബ്ദത മാത്രം. ആ പെൺകുട്ടിയും കൊണ്ട് ലീനയും മറ്റു ആശുപത്രി ജീവനക്കാരും വന്നെത്തിയത് ഡി ബ്ലോക്കിലായിരുന്നു. അവിടെ ചെറിയ അനക്കങ്ങൾ വെച്ചു തുടങ്ങി. ആശുപത്രി ജീവനക്കാർ വേഗം അവളെയും കൊണ്ട് ഡി ബ്ലോക്കിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന അവസാനത്തെ സെല്ലിൽ കൊണ്ട് വന്നെത്തിക്കുകയും ചെയ്തു. ആ ഇരുട്ടടഞ്ഞ മുറിയിൽ അവൾ ഏകാന്തമായി നിന്നു. അവളുടെ മുഖത്ത് വിടർന്ന പൈശാചികമായ ചിരി ലീനയ്ക്ക് ആ ഇരുട്ടിലും വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. സെല്ലും പൂട്ടിയവർ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. എങ്ങും ഒരു നിശബ്ദത അലയടിച്ചു. മെല്ലെ അവൾ നിലത്തിരുന്നു. ആ തണുത്ത സിമന്റ് തറയിൽ നിന്നും ഇരച്ചു കയറുന്ന തണുപ്പിനെ പോലും പ്രതിരോധിക്കുമാ വിധം ആ പെൺകുട്ടിയുടെ ശരീരം പ്രതികാര അഗ്നിയാൽ തിളച്ചു പൊങ്ങുന്നുണ്ടായിരുന്നു. മാഡം, മാഡം, എന്താ പെൺകുട്ടിയുടെ കേസ്? ആശുപത്രി ജീവനക്കാരനായ രാജീവ് ലീനയോട് ചോദിച്ചു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ലീന തുടർന്നു. ആ കുട്ടിയുടെ കുടുംബത്തെ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊന്നൊടുക്കി. പോരാത്തതിന് ആ പെൺകുട്ടിയെയും. ലീന പറഞ്ഞു മുഴിപ്പിച്ചില്ല. എവിടെന്നോ ഒരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എങ്ങും ശാന്തത മാത്രം. കുറച്ചു രാത്രികൾ ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. പക്ഷേ ഒരുപാട് നാൾ ആ ശാന്തത നിലനിന്നില്ല. ഒരു അമാവാസി രാത്രി ഡെറിക് മെന്റൽ ഹോസ്പിറ്റലിലെ രോഗികൾ എന്നത്തെ പോലെയും അല്ലാതെ, അഥവാ അതിന് വിപരീതമായി വളരെ ശാന്തമായിരുന്നു. രാത്രി 9 മണിയോടടുത്തപ്പോഴേക്കും ആശുപത്രി പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു. എന്നത്തെയും പോലെ ആശുപത്രി നേഴ്സായിരുന്ന ലീന തന്റെ പതിവ് നൈറ്റ് റൊട്ടീനിന്റെ ഭാഗമായി ഓരോ സെല്ലിലെയും രോഗികളെ പുറത്തു നിന്നും വീക്ഷിക്കുകയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡി ബ്ലോക്കിൽ എത്തിയ ലീനയുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉൾത്തിരിഞ്ഞു. എന്നാലും തന്റെ കർത്തവ്യം നിറവേറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ലീന ഓരോ സെല്ലും നോക്കി തുടങ്ങി. അവിടെ താൻ മാത്രമാണിപ്പോൾ ഡ്യൂട്ടിക്കുള്ളതെന്ന ചിന്ത ലീനയെ ഉള്ളിൽ നിന്ന് മരവിപ്പിച്ചു. എങ്ങും ഒരു ഭയപ്പെടുത്തുന്ന ശാന്തതയും വീശിയടിക്കുന്ന കാറ്റും മാത്രം. ലീന അവസാനത്തെ സെല്ലിന്റെ അടുത്ത് വന്നെത്തി. അതിനുള്ളിലെ ഇരുട്ട് കാരണം ലീനയ്ക്ക് ഉള്ളിലുള്ളതൊന്നും കാണാൻ സാധിച്ചില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മെല്ലെ താൻ നിൽക്കുന്ന സെല്ലിന്റെ വാതിൽ പുറത്തേക്ക് വലിയൊരു ശബ്ദത്തോടെ തുറന്നു വന്നു. ലീന അക്ഷരപ്രതി ഞെട്ടിപ്പോയി. ഭയത്താൽ അവൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഉള്ളിൽ നിന്നും ഒരു നേർത്ത അട്ടഹാസം ഉയർന്നു വന്നു. ആ അട്ടഹാസം തനിക്ക് നേരെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ലീന തന്റെ സകല ശക്തിയും എടുത്ത് അവിടുന്ന് ഓടുവാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു വിഫല ശ്രമമായിരുന്നു. ഓടാൻ ശ്രമിച്ച ലീനയെ ഏതോ അദൃശ്യ ശക്തി പുറകിൽ നിന്നും പിടുത്തമിടുകയും അവിടെ വലിച്ചഴിച്ചുകൊണ്ട് ആ ഇരുട്ടടഞ്ഞ സെല്ലിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോഴും തന്റെ പ്രാണന് വേണ്ടി ലീന നിലവിളിക്കുകയാണ്. മെല്ലെ സെല്ലിന്റെ വാതിലുകൾ അടഞ്ഞു. എങ്ങും ഒരു ശാന്തത പടർന്നിരിക്കുന്നു. പേടിയുടെ മൂർധാവിലെത്തിയ ലീനയ്ക്ക് എപ്പോഴോ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമയം കടന്നുപോയി. അസഹ്യമായ തണുപ്പിലൂടെ ലീനയുടെ നിദ്രയ്ക്ക് തടസ്സം ഏർപ്പെട്ടു. അവൾ കണ്ണുകൾ തുറന്നു. താനിപ്പോൾ വിജനമായ പാതയിൽ കിടക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നും വരുന്ന വെളിച്ചമല്ലാതെ മറ്റൊന്നും അവിടെയില്ല. മെല്ലെ നിലത്തു നിന്നും എഴുന്നേറ്റ ലീന പേടിയാൽ ചുറ്റും വീക്ഷിച്ചു. കുറച്ചകലെയായി ബാക്ക് ലൈറ്റ് മിന്നിത്തിളങ്ങിക്കൊണ്ട് ഒരു കാർ നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒട്ടും സമയം കളയാതെ ലീന അങ്ങോട്ടേക്ക് ഓടി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എവിടെ നിന്നോ കുറെ അധികം ആളുകൾ ആ കാറിന് ചുറ്റും പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നും പ്രായം 18 തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെയും അവളോടൊപ്പം ഉണ്ടായിരുന്ന വാർദ്ധക്യം ബാധിച്ച പുരുഷനെയും പുറത്തിറക്കി നിലത്തിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ലീന അലറി വിളിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഓടി വരുവാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല.
മർദ്ദിക്കുന്നവരിൽ ഒരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മാരകായുധം കൊണ്ട് 60 പ്രായം തോന്നിക്കുന്ന ആ വ്യക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തി. ആ കുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയ അയാൾ തന്റെ കയ്യിലെ രക്തമൊലിപ്പിക്കുന്ന ആയുധവുമായി ആ കുട്ടിക്കടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. നിൽക്കൂ, അവളെ ഒന്നും ചെയ്യണ്ട. എവിടെ നിന്നോ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേട്ടു. അടുത്ത നിമിഷം ആ ആക്രമണകാരികൾക്കിടയിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. എന്താ, മതിയായോ? മര്യാദയ്ക്ക് ആ സ്ഥലം എഴുതി തന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അവർ അച്ഛനോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. ഇതും പറഞ്ഞ ആ സ്ത്രീ ആ പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ ഒന്ന് ഇഞ്ചക്ട് ചെയ്തു. അതിനെ തുടർന്ന് ആ പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു. എന്താ മേഡം, ഇയാളോടൊപ്പം ഇവളെയും കൂടെ തീർത്ത പിന്നെ ഒരു കുഴപ്പവും വരില്ലല്ലോ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ചെയ്യാം, പക്ഷേ മരിച്ചത് ചില്ലറക്കാരനല്ല. അതുകൊണ്ടാണ് ഈ വഴി ഉപയോഗിച്ചത്. ഇതാകുമ്പോൾ മകളെ ഉപദ്രവിക്കാൻ വന്ന അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായി മകൾ അച്ഛനെ കൊല്ലുന്നു. കേസ് കഴിഞ്ഞു. ആ സ്ത്രീയുടെ സംസാരം ഒഴിപ്പിക്കാതെ, പക്ഷേ മാഡം, ബോധം വരുമ്പോൾ ഇവിടെ എല്ലാം വിളിച്ചു പറയില്ലേ? ചോദിച്ചയാളെ നോക്കി ആ സ്ത്രീ വശ്യമായി ചിരി നൽകിക്കൊണ്ട്. ഇല്ലടോ, ഞാനിപ്പോൾ അവളുടെ ദേഹത്ത് കുത്തിവെച്ചത് വീര്യം കൂടിയ ഒരു തരം മെഡിസിനാണ്. അത് അവളുടെ തലച്ചോറിന് ചെന്ന് ബാധിച്ച് സ്ഥിരകാല ബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഇവൾ മുഴുഭ്രാന്തിയായി നമ്മുടെ ഹോസ്പിറ്റലിൽ കിടത്തും. പിന്നെ കിടന്ന് ഒരു ദിവസം തണുപ്പടിച്ച് മരവിച്ച് ഒരു നാൾ ചത്തുപോവുകയും ചെയ്യും. ഇത് കേട്ട് അവിടെ കൂടി നിന്നവർ ആർത്തിച്ചിരിച്ചു. അപ്പോൾ മാത്രമാണ് ലീന ആ സ്ത്രീയെ ശ്രദ്ധിക്കുന്നത്. അത് താനാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവർ അച്ഛൻ മുതലാളിക്ക് വേണ്ടി താൻ ചെയ്ത ഒരു കുറ്റകൃത്യമാണിത്. ലീനയുടെ ശരീരം വല്ലാണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുവാൻ ആരംഭിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ലീനയെ കാണാതായപ്പോൾ ആശുപത്രി ജീവനക്കാരായിരുന്ന സുധീർ ലീനയെ തിരക്കിയിറങ്ങി. അങ്ങനെ തിരഞ്ഞ് സുധീർ ചെന്നെത്തിയത് ഡി ബ്ലോക്കിലെ അവസാന സെല്ലിൽ. അവിടെ കണ്ട കാഴ്ച സുധീറിനെ അക്ഷരം പ്രതി ഞെട്ടിച്ചു കളഞ്ഞു. ആ ഇരുട്ടടഞ്ഞ മുറിയിൽ സുധീറിന്റെ കൈവശമുള്ള മൊബൈൽ വെട്ടത്തിൽ നിലത്ത് തണുത്തുറഞ്ഞ രീതിയിൽ മരണപ്പെട്ടു കിടക്കുകയാണ് ലീന. അവരുടെ മുഖത്ത് നല്ല രീതിയിൽ ഭയപ്പെട്ടതിന്റെ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ സുധീറിനെ ഭയപ്പെടുത്തിയത് തുറന്നു കിടക്കുന്ന ആ സെല്ലായിരുന്നു. ഒരുവിധം തന്റെ ഭയം നിയന്ത്രിച്ചുകൊണ്ട് സുധീർ ആ വിവരം അവരാജനെ അറിയിക്കാനായി തിരിയവേ തന്റെ മുന്നിൽ ആ സെല്ലിലെ പെൺകുട്ടി മുടിയാൽ മുഖം മറച്ചു നിൽക്കുന്നു. ഇതും കൂടെ ആയപ്പോൾ സുധീർ അറിയാതെ നിലവിളിച്ചു പോയി. എന്താ പേടിക്കുന്നേ? എന്റെ അച്ഛനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു വന്നപ്പോ ഈ പേടിയൊന്നും ഞാൻ കണ്ടില്ല. ഇതും കൂടെ കേട്ടതോടെ ഏതോ ശക്തിയുടെ ഫലമായി സുധീറിന്റെ മനസ്സിൽ അന്ന് നടന്ന ഓരോ സംഭവവും തെളിഞ്ഞു വന്നു. ആ വയസ്സായ മനുഷ്യനെ താൻ മൃഗീയമായി അടിച്ചു കൊല്ലുന്നതും കൂടെയുള്ള പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതുമെല്ലാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, എനിക്കൊന്നും അറിയില്ല. അവർ പറഞ്ഞത് ഞാൻ അനുസരിച്ചു, അത്രമാത്രം. തന്റെ പ്രാണനു വേണ്ടി സുധീർ കീണപേക്ഷിച്ചു. പക്ഷേ അവൾ ചെവിക്കൊണ്ടില്ല. ഇതുപോലെ ഞാനും കരഞ്ഞു, പക്ഷെ നീ ചെവിക്കൊണ്ടില്ല. എന്റെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ ക്രൂരമായി കൊന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അത് നീയും അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സുധീറിന്റെ അടുത്ത് നീങ്ങി. ഭയത്താൽ അയാൾ നിലവിളിച്ചു. മെല്ലെ സുധീറിന്റെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വരുവാൻ തുടങ്ങി. തന്റെ ഓരോ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം ഏതോ അദൃശ്യ ശക്തിയുടെ ഫലമായി സുധീറിന്റെ ശരീരം പൊട്ടിച്ചിതറി. ചുടുരക്തത്തിന്റെ രൂക്ഷഗന്ധം അവിടെ വീശിയ കാറ്റിൽ അലയടിച്ചു. എങ്ങും ഒരു ശാന്തത മാത്രം. ദൂരെ എവിടുന്നോ ഒരു നായുടെ കരച്ചിലും കേൾക്കാം. ഡെറിക് മെന്റൽ ഹോസ്പിറ്റലിന്റെ കവാടങ്ങൾ വലിയ ശബ്ദത്തോടെ തുറന്നു. മെല്ലെ അവൾ പുറത്തേക്ക് നീങ്ങി. പ്രതികാരാഗ്നി അവളുടെ കണ്ണിൽ കത്തിപ്പടരുന്നുണ്ടായിരുന്നു.
അടുത്തത് നീയാണ് അവറാച്ച. മനസ്സിൽ അവൾ മന്ത്രിച്ചു. അവളെ അനുഗമിച്ചുകൊണ്ട് ഒരു നിഴൽ രൂപം അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ആ നഗരം കാർ ആക്സിഡന്റിൽ ദാരുണമായി മരണപ്പെട്ട കോടീശ്വരനായ അവറാച്ചന്റെ മരണ വാർത്ത കേട്ടാണ് ഉണർന്നത്. ഇനിയും ഒരുപാട് പേർ മരിക്കാനുണ്ട്.